ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആശയവിനിമയത്തിൽ നിർണായകമായത് തദ്ദേശീയ മൊബൈൽ സംവിധാനമായ സംഭവ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സുരക്ഷിത മൊബൈൽ സംവിധാനമായ സംഭവ് അഥവാ സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഉപയോഗിച്ചതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഭവ് വീണ്ടും ചർച്ചാ വിഷയമായത്. സൈന്യം ഇപ്പോൾ ഒരു നവീകരണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ തന്നെ വികസിപ്പിച്ച സ്മാർട്ട് ഫോണായ സംഭവ് ഈ വർഷം ജനുവരിയിലാണ് സൈനിക ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചത്. രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് ഫോണുകൾ അന്ന് സൈനികർക്ക് വിതരണം ചെയ്തതെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ നിർണായകമായത് വാട്സാപ്പ് തുടങ്ങിയ വിദേശ സമൂഹ മാധ്യമങ്ങളില്ലാത്ത ഈ ഫോണായിരുന്നു. സുരക്ഷിതമായ ആശയവിനിമയത്തിന്റെ ഭാഗമായി 30,000 സൈനിക ഉദ്യോഗസ്ഥർക്കാണ് സംഭവ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. 2024 ഒക്ടോബറിൽ ചൈനയുമായി നടന്ന ചർച്ചയ്ക്കിടെയാണ് സംഭവ് ഫോണുകളെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. അന്ന് സംഭവ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിരുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സൈന്യത്തിനകത്തെ സുരക്ഷിതമായ ആശയവിനിമയത്തിനും സുപ്രധാന വിവരങ്ങൾ ചോരുന്നത് തടയാനുമാണ് ഇന്ത്യൻ ആർമി സംഭവ് സ്മാർട്ട് ഫോൺ വികസിപ്പിച്ചത്. പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്ത ഫോണാണ് സംഭവ്. ഇത് എൻഡ് ടു എൻഡ് സുരക്ഷിത എക്കോസിസ്റ്റം നൽകുന്നു. 5G ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഫോണിലുണ്ട്. ഫോണുകളിൽ സൈന്യം വികസിപ്പിച്ചെടുത്ത M-Sigma പോലുള്ള ആപ്പുകളാണ് വാട്സാപ്പിന് പകരമായി സൈന്യം ഉപയോഗിക്കുന്നത്. ഇതിലൂടെ സന്ദേശങ്ങൾ, രേഖകൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പങ്കിടാൻ സാധിക്കും. കൂടാതെ സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ഉദ്യോഗസ്ഥർക്ക് സംഭവ് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തതായും റിപ്പോർട്ട് വന്നിരുന്നു. ഒക്ടോബറിൽ ചൈനയുമായുള്ള ചർച്ചയിൽ സൈന്യം ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചതായി അടുത്തിടെ കരസേനാ മേധാവി വ്യക്തമാക്കി. ഇതുവരെ ഏകദേശം 30,000 സംഭവ് സ്മാർട്ട് ഫോണുകൾ ഈ പദ്ധതിയുടെ കീഴിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഫോണുകളിൽ സൈന്യം വികസിപ്പിച്ച M-Sigma പോലുള്ള ആപ്ലിക്കേഷനുകളുമുണ്ട്. ഇത് വാട്സാപ്പിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. സന്ദേശങ്ങൾ, പ്രമാണങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പങ്കിടുന്നതിന് ഈ ആപ്പ് പൂർണ്ണമായും സുരക്ഷിതമാണെന്നും കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പറുകൾ ഈ സ്മാർട്ട് ഫോണുകളിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഉദ്യോഗസ്ഥർക്ക് നമ്പറുകൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. വിവരച്ചോർച്ച തടയാൻ സഹായിക്കും. വാട്സാപ്പ് ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗങ്ങളിലൂടെ തന്ത്രപ്രധാനമായ പല രേഖകളും പരസ്യമായി മാറാതിരിക്കാൻ സംഭവ് സ്മാർട്ട് ഫോൺ ഉപയോഗം ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഈ സ്മാർട്ട് ഫോണുകൾ എയർടെൽ, ജിയോ നെറ്റ്വർക്കുകളിൽ പ്രവർത്തിക്കുന്നു. അത് ഡേറ്റ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ആർമി വികസിപ്പിച്ച ഈ സ്മാർട്ട് ഫോൺ 5G സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതും പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്തതുമാണ്. സംഭവ് എന്നത് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് പതിപ്പിനെ സൂചിപ്പിക്കുന്നു. എൻഡ് ടു എൻഡ് സുരക്ഷിത മൊബൈൽ ഇക്കോസിസ്റ്റം നൽകുന്നു. ഈ പദ്ധതി കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചതെന്നും ഇപ്പോൾ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്നും പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സൈന്യത്തിനുള്ളിൽ ആശയവിനിമയം സുരക്ഷിതമാക്കാനും തന്ത്രപ്രധാനമായ വിവരങ്ങൾ പൊതുജനങ്ങൾ ചോരുന്നത് തടയാനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.